the sixth question of our exercise 9.1. Question നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. A 1.5 meter tall boy is standing at some distance from a 30 meter tall building. അതായത് 30 മീറ്റർ നീളമുള്ള ഒരു ബിൽഡിങ്ങിൽ നിന്നും എന്ത് ചെയ്യുന്നു 1.5 മീറ്റർ നീളമുള്ള ഒരു കുട്ടി കുറച്ച് ദൂരെയായിട്ട് മാറി നിൽക്കുകയാണ് ആണല്ലോ. The angle of elevation from his eyes to the top of the building increases from, അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ആംഗിൾ ഓഫ് എലിവേഷൻ ഫ്രം ദ ഫൂട്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഫ്രം ഹിസ് ഐസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആണല്ലോ. അപ്പൊ ഗ്രൗണ്ടിൽ നിന്നല്ല നമുക്ക് തുടങ്ങേണ്ടത്, ഫ്രം ദി ഐസ് ആണ് നമ്മൾ എലിവേഷൻ എടുക്കേണ്ടത്, അത് ശ്രദ്ധിക്കുക. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഫ്രം ഹിസ് ഐസ് to the top of the building increases from 30 degree. Okay, 30 ഡിഗ്രിയിൽ നിന്നും എത്രയിൽ എത്തുന്നു? To 60 degree. എപ്പോഴാണ് അങ്ങനെ എത്തുന്നത്? ആസ് ഹി വാക്സ് ടുവേർഡ്സ് ദ ബിൽഡിംഗ്, അവൻ ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യുമ്പോൾ നടക്കുമ്പോൾ 30 ഡിഗ്രിയിൽ നിന്നും 60 ഡിഗ്രിയിലേക്കായി മാറുന്നു ആംഗിൾ ഓഫ് എലിവേഷൻ ഫ്രം ഹിസ് ഐസ് ടു ദി ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഹി വാക്ക്ഡ് ടുവേർഡ്സ് ദി ബിൽഡിംഗ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ നിന്ന സ്ഥലത്ത് നിന്നും അവൻ ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് എത്ര ദൂരം എത്തിയപ്പോഴാണ് ആംഗിൾ ഓഫ് എലിവേഷൻ 60 എത്തിയത് എന്നാണ് നമുക്ക് 60 ഡിഗ്രി എത്തിയത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ അവൻ നിന്ന സ്ഥലത്ത് നിന്നും ആ ഒരു ബിൽഡിംഗ് വരെയുള്ള മൊത്തം ദൂരം അല്ല നമ്മൾ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കത് കണ്ടുപിടിക്കണം. പക്ഷെ അതല്ല നമ്മൾ ചോദിച്ചിരിക്കുന്നത്, ഇപ്പൊ അവ എവിടെ ആണ്, അതായത് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ കിട്ടത്തക്ക രീതിയിൽ അവൻ ഏത് പോയിന്റിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. അപ്പോ ദാ ഈ ഒരു സിറ്റുവേഷനെ ഞാൻ ദാ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗറിനെ ഇനി ശ്രദ്ധിക്കാം. ഇതാണ്ടെ എ ബി എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിട്ടുള്ള 30 മീറ്റർ ലെങ്ത് ഉള്ള 30 മീറ്റർ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് ദൂരെയായി സി എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മുടെ ബോയ് നിൽക്കുന്നത്. 1.5 മീറ്റർ ആണ് അവന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ഡി സി ആണ് എന്തെന്ന് പറയുന്നത്, നമുക്ക് ആ ബോയുടെ ഹൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് പറയാൻ പറ്റുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ ഫ്രം ഹിസ് ഐസ്, ആ ഒരു കുട്ടിയുടെ ആംഗിൾ ഓഫ് എലിവേഷൻ ഫ്രം ഹിസ് ഐസ് ടു ദി ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. ഓക്കെ, അപ്പൊ അത് ആ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര? 30 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ഇവിടെയാണോ 30 ഡിഗ്രി വരയ്ക്കുന്നത്? അല്ല, എവിടെ നിന്നാണ്? ഈ ഭാഗത്ത് നിന്നാണ് വരയ്ക്കുന്നത് ആണല്ലോ. ഇനി നമ്മൾക്ക് പറയുന്നു അത് 30-ൽ നിന്നും 60-ലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. എപ്പോഴാണ്? ആ കുട്ടി ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ. അപ്പൊ ഡി എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഇപ്പൊ ആ കുട്ടി നടന്ന് എവിടെ എത്തിയിരിക്കുകയാണ്? ഇ എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ആ ഒരു പോയിന്റിൽ എത്തിയപ്പോ ആ ഒരു ആംഗിൾ ഓഫ് എലിവേഷൻ from his eyes to the top of the building increases to 60 degree ആണല്ലോ. അങ്ങനാണെങ്കിൽ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് ഇപ്പോ ഈ കുട്ടി ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് എത്ര ദൂരം നടന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് നമുക്ക് ഈ ഒരു ഫിഗറിനെ സംബന്ധിച്ച് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ആണല്ലോ. ഡി മുതൽ ഇ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിക്കേ, ഇതിനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് നമ്മൾ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു, എ എഫ് ഇ. ഓക്കെ, അതേപോലെ എ എഫ് ഡി, രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസിനെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ അതിൽ എന്ത് അപ്ലൈ ചെയ്യുന്നു? ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസിനെ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ഇൻ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആദ്യം ഞാൻ ഇതിനെ എടുക്കുകയാണ്, എ എഫ് ഇ. ഓക്കെ, എ എഫ് ഇ. ഓക്കെ, ആൻഡ് ഇൻ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എ എഫ് ഡി. ഓക്കെ, ഇവരെ രണ്ടുപേരെയും ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇതില് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് എന്തിന്റെ നീളം വേണം? ഈ ഒരു ട്രയാംഗിളിനെ സംബന്ധിച്ച് എ മുതൽ എഫ് വരെയുള്ളതിന്റെ നീളമാണ് വേണ്ടത് ആണല്ലോ. പക്ഷെ നമുക്ക് എ മുതൽ ബി വരെയുള്ളതിന്റെ ഹൈറ്റ് ആണുള്ളത്, ദാറ്റ് ഈസ് 30 മീറ്റർ. പക്ഷെ നമുക്ക് ഈ ഒരു സൈഡ് കണ്ടുപിടിക്കണം ഈ ഫസ്റ്റ് ട്രയാംഗിളിനെ കൺസിഡർ ചെയ്താൽ. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ ട്രയാംഗിളിനെ കൺസിഡർ ചെയ്താൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു ടോട്ടൽ ലെങ്ത് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ ലെങ്ത്തിൽ നിന്നും ഇതിന്റെ ലെങ്ത് കുറച്ചാൽ നമുക്ക് ഇതിന്റെ ലെങ്ത് കിട്ടും ആണ്. പക്ഷേ അതിനു മുന്നേ നമുക്ക് ആരെ വേണം? എ എഫിന്റെ ലെങ്ത് വേണം. അതിനുള്ള ഒരു ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. 30 മീറ്റർ ആണ് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ കുട്ടിയുടെ നീളം എത്രയാണ്? 1.5 മീറ്റർ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും? 1.5 മീറ്റർ ആയിരിക്കും ആണല്ലോ. അപ്പൊ മൊത്തം എത്രയുണ്ട്? 30 മീറ്റർ ഉണ്ട്. ഇവിടം വരെ എഫ് എന്ന് പറയുന്ന പോയിന്റ് വരെ 1.5 മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എ എഫിന്റെ നീളം എത്ര എന്ന് പറയാൻ പറ്റും?
30 minus 1.5 meter എന്ന് പറയാൻ പറ്റും. 30 minus 1.5 which is equal to what? 28.5 meter എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് ഈ രണ്ട് ട്രയാങ്കിൾസിനും എന്താണ്? ബാധകമാണ് ആണല്ലോ. ഇനി ഇതാണ് ഈ ഫസ്റ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ച് ദ ആംഗിൾ ഓഫ് എലിവേഷൻ നമുക്ക് എത്രയാണ്? 60 ഡിഗ്രി ആണ് ആണല്ലോ. ഇതില് നമുക്ക് അറിയാവുന്ന സൈഡ് ആരാണ്? 28.5. AF എന്ന് പറയുന്നത് ഈ ആംഗിളിനെ സംബന്ധിച്ച് ആരാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. 60 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് AF is its opposite side, right? സോ നമുക്ക് ഞാൻ എഴുതിയാണ് AF എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് ആരാണ്? EF ആണ്. EF എന്ന് പറയുന്നത് ഈ 60 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് ആരാണ്? is its adjacent side ആണല്ലോ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡുമായിട്ടുള്ള റിലേഷൻ വരുന്ന രീതി തീറ്റയുമായിട്ട് നമുക്ക് ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ യൂസ് ചെയ്യാം? വി ക്യാൻ യൂസ് ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോ tan theta. Okay, അപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്നു tan 60. Okay, tan 60 degree is equal to what? Opposite side by adjacent side, that is AF divided by EF ആണല്ലോ. ഇനി tan 60 യുടെ വാല്യൂ എത്രയാണ്? is equal to √3 എന്നാണ് കിട്ടുന്നത്. AF ന്റെ വാല്യൂ എത്രയാണ്? നമുക്ക് 28.5 എന്നാണ് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ EF എന്ന് കിട്ടും. ദാറ്റ് ഈസ് EF ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 28.5 ഡിവൈഡഡ് ബൈ √3 മീറ്റർ എന്നാണ് കിട്ടുന്നത് ആണല്ലോ. അപ്പൊ ദാ ഇവിടുത്തെ കേസ് നമുക്ക് കിട്ടി എത്രയാണ്? 28.5 ഡിവൈഡഡ് ബൈ √3 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ആരെ കൺസിഡർ ചെയ്യുന്നു? ഈ വലിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് AFD. ഓക്കെ, അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അതിന്റെ കേസിൽ ഇതാ നോക്കുക, നമുക്ക് എത്രയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിരിക്കുന്നത്? 30 ഡിഗ്രി ആണ് തന്നിരിക്കുന്നത് ആണല്ലോ. ഈ 30 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് നമുക്ക് ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ തന്നിട്ടുള്ള സൈഡ് ആരാണ്? AF ആണ്. അത് ഈ 30 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് ആരാണ്? is its opposite side ആണല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് ആരാണ്? DF ആണ്. അത് ഈ 30 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് ആരാണ്? is its adjacent side. അപ്പോ ഓപ്പോസിറ്റ് സൈഡിന്റെയും അഡ്ജസന്റ് സൈഡിന്റെയും റേഷ്യോ വിത്ത് ആരുമായിട്ട് റിലേഷൻഷിപ്പ്, തീറ്റയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എടുക്കാൻ പറ്റുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ ആരാണ്? tan theta. ഇതിലെടുത്ത് അതേപോലെ തന്നെ, പക്ഷെ ഇവിടെ tan 60, ഇവിടുത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? tan 30. അപ്പൊ നമ്മൾ ഇവിടെ എത്ര എഴുതണം? tan 30 എന്ന് എഴുതണം. tan 30 is equal to opposite side divided by adjacent side, that is AF divided by adjacent side ആരാണ്? DF എന്നാണ് നമുക്ക് കിട്ടുന്നത് ആണല്ലോ. ഇനി tan 30 യുടെ വാല്യൂ എത്രയാണ്? is 1 by √3. ഓക്കെ, അപ്പൊ 1 by √3 is equal to AF ന്റെ വാല്യൂ എത്രയാണ്? 28.5 divided by DF. ഓക്കെ, അപ്പൊ DF ന്റെ വാല്യൂ നമുക്ക് കിട്ടും എത്രയാണ്? DF is equal to 28.5 √3 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ടോട്ടൽ ഈ ഒരു ലെങ്തിന് നമുക്ക് എത്ര കിട്ടും? ഇവിടെ ഞാൻ എഴുതുന്നില്ല, കാരണം കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? എന്റെ ഇവിടോട്ട് എഴുതിയാണ് എത്രയാണ്? 28.5 √3 മീറ്റർ എന്നാണ് നമുക്ക് ഈ ഒരു ടോട്ടൽ ലെങ്ത് കിട്ടുന്നത് ആണല്ലോ. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട ആരാണ്? ED യുടെ ലെങ്ത് അല്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്? distance the boy walked towards the building എന്ന് പറയുന്നത്. that is equal to എത്രയാണ്? ED is equal to, that is the distance the boy traveled towards. okay, the walked towards the building is equal to FD. FD എന്ന് പറഞ്ഞാൽ ആരാണ്? the total distance from the boy to the building. okay, minus EF ആണല്ലോ. EF എന്ന് പറഞ്ഞാൽ ഇപ്പോ 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ കിട്ടി നിൽക്കുന്ന ആ ഒരു പോയിന്റ് ആണ് E എന്ന് പറയുന്നത്. E മുതൽ ആ ഒരു ബിൽഡിംഗ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? EF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെ വാല്യൂസ് ഉണ്ട് ആണല്ലോ. നോക്കിക്കേ, നമുക്ക് എന്തൊക്കെയുണ്ട്? FD അതായത് DF is equal to 28.5 √3 മൈനസ് EF ന്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 28.5 ഡിവൈഡഡ് ബൈ √3 എന്നാണ് കിട്ടിയത് ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവർ രണ്ടുപേരിലും കോമൺ ആയിട്ട് ആരുണ്ട്? 28.5 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ വെളിയിലെടുത്താൽ 28.5 into നോക്കിക്കുക √3 മൈനസ് √3 മൈനസ് 1 by √3 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്, which is equal to നോക്കുക 28.5 അതേപോലെ കൊടുക്കുകയാണ്. നോക്കിയേ, √3 into √3 is equal to 3 minus 1 divided by √3 എന്നാണ് കിട്ടുന്നത്. that is 2 by √3 എന്ന് കിട്ടും. 2 into 28.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 57 divided by √3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ നിന്നും ഈ ഒരു √3 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ 57 എന്ന് പറഞ്ഞാൽ 19 into 3 എന്ന് എനിക്ക് എഴുതാൻ കഴിയും.
അപ്പൊ ഈ 3ക്ക് പകരം ഞാൻ 19 into √3 into √3 divided by √3 എന്ന് എഴുതും. അപ്പോഴത്തേക്ക് ഇതാ ഈ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഉള്ള ഒരു √3 തമ്മിൽ എന്തായി പോയി, ക്യാൻസൽ ആയി പോയി. ആൻഡ് ഫൈനൽ ആൻസർ നമുക്ക് ന്റെ ലെങ്ത് ഓക്കെ എത്രയാണ് കിട്ടുന്നത്? ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത് എത്രയാണ്? 19√3 മീറ്റർ എന്നാണ് കിട്ടുന്നത്. അതായത് ആ കുട്ടി നേരത്തെ നിന്ന ഡിസ്റ്റൻസിൽ നിന്നും, അതായത് 30 ഡിഗ്രി ആംഗിൾ ഓഫ് ഇലവേഷൻ ഉണ്ടായിരുന്ന ആ ഒരു പോയിന്റിൽ നിന്നും 60 ഡിഗ്രി ആംഗിൾ ഓഫ് ഇലവേഷൻ ഉള്ള ഒരു പോയിന്റ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 19√3 മീറ്റർ ആയിട്ടാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കിട്ടുന്നത്. ഓക്കെ, so students, we are moving to the 7th question of our exercise 9.1. question നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. question പറയുന്നത് ഇങ്ങനെയാണ്: from a point on the ground, the angles of elevation of the bottom and the top of a transmission tower fixed at the top of a 20-meter high building are 45 degree and 60 degree respectively. Find the height of the tower എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. ആണല്ലോ, ഈ ഒരു പിക്ചർ വെച്ചിട്ട് ഈ പറഞ്ഞ ക്വസ്റ്റ്യനെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ദാറ്റ് ഈസ് ദ ബി എന്ന് പറയുന്നത് ഗ്രൗണ്ടിലെ ഒരു പോയിന്റ് ആണ്. ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ 2 ആംഗിൾ ഓഫ് ഇലിവേഷൻസ് എടുത്തിട്ടുണ്ട്. എവിടേക്കൊക്കെയാണ് എടുത്തിരിക്കുന്നത്? 20 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിംഗിന്റെ മുകളിലായി ഫിക്സ് ചെയ്തിരിക്കുന്ന ട്രാൻസ്മിഷൻ ടവറിന്റെ മുകളിലത്തെ പോയിന്റ്, ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആൻഡ് ബോട്ടം മോസ്റ്റ് പോയിന്റിലേക്കാണ് നമ്മൾ ഈ ഗ്രൗണ്ടിലെ ഒറ്റ പോയിന്റിൽ നിന്ന് എന്തെടുത്തിരിക്കുന്നത്? 2 ആംഗിൾ ഓഫ് എലിവേഷൻസ് എടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് 45 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി റെസ്പെക്റ്റീവ്ലി. ബോട്ടം പോയിന്റിലേക്ക് ഉള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് 45 ഡിഗ്രി. ടോപ്പ് മോസ്റ്റ് പോയിന്റിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് എത്രയെന്ന് പറയുന്നത്? 60 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ we have to find the height of the transmission tower, that is A മുതൽ D വരെയുള്ള ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. ആണല്ലോ, അപ്പൊ ദാ ഈ ഒരു ഫിഗറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഗ്രൗണ്ടും ആ ഒരു ബിൽഡിംഗും ആയിട്ട് ഉള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 90 ഡിഗ്രി ആണ്. അപ്പൊ നമുക്കുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കാൻ പറ്റും, നമുക്ക് ഇവിടെ ട്രിഗണോമെട്രി യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എടുക്കുന്ന 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിക്കുക. DCB. ഓക്കെ, DCB എന്ന് പറയുന്നതാണ് എന്റെ ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. രണ്ടാമത് ഞാൻ എടുക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കിക്കേ, ACB. ഓക്കെ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ACB. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളും അതിനകത്ത് ഉൾപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സെക്കൻഡ് റൈറ്റ് ട്രയാംഗിൾ എന്നിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇവിടം വരെയുള്ള ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ ടവറിനെയൊക്കെ കളഞ്ഞു, ഇനി നമ്മൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസിന്റെ കേസിലാണ് പറയുന്നത്. ഈ ഒരു സൈഡിന്റെ ഇത്ര ഭാഗം മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആണല്ലോ, അപ്പൊ ഈ ഒരു വലിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഈ ഒരു സൈഡിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കാരണം നമുക്ക് എന്താണ്, ഇവിടെ ഒരു ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട്, പിന്നെ ഒരു സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ക്ലൂ നമുക്ക് ഈ ഒരു ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്നും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇനി റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആദ്യത്തെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ചെറിയ ആംഗിൾ ഓഫ് എലിവേഷൻ ഉള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ സംബന്ധിച്ച് ഒരു സൈഡും ഒരു ആംഗിളും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള 2 സൈഡുകളും കണ്ടുപിടിക്കാൻ പറ്റും യൂസിങ് ട്രിഗണോമെട്രിക് റേഷ്യോസ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോ നോക്കിക്കേ, അത് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് വേണം? ഈ വലിയ ട്രയാംഗിളിന്റെ ഈ സൈഡിനെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഒരു ടോട്ടൽ സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അതിൽ നിന്നും 20 കുറയ്ക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ആരാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്? ഇൻ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ചെറുതിനെ കൺസിഡർ ചെയ്യുക. ആരാണ്? DCB. ഓക്കെ, DCBയുടെ കേസിൽ നമുക്ക് എന്തൊക്കെയാണുള്ളത്? DCയുടെ ലെങ്ത് ഉണ്ട് ഈസ് ഈക്വൽ ടു വാട്ട്? 20 മീറ്റർ തന്നിരിക്കുന്നു. നമുക്ക് ആംഗിൾ B ആണ് എന്തെന്ന് വന്നിരിക്കുന്നത്? 45 ഡിഗ്രി എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ 2 ആംഗിൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, സ്പെസിഫൈഡ് എഴുതാൻ ശ്രദ്ധിക്കുക. ഏതാണ്? ആംഗിൾ CBD. ഓക്കെ, ആംഗിൾ CBD is equal to 45 ഡിഗ്രി. സോ ഇതാണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്നത്, is equal to what? 45 ഡിഗ്രി. ഈ തീറ്റയെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ ഉള്ള സൈഡായ CD എന്ന് പറയുന്നത് is its what? ഓപ്പോസിറ്റ് സൈഡ്. റൈറ്റ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡായ BC എന്ന് പറയുന്നത് അതെന്താണ്? അതിന്റെ അഡ്ജസന്റ് സൈഡ് ആണ്. ആണല്ലോ, അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും തമ്മിലുള്ള റിലേഷൻ തീറ്റയുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ യൂസ് ചെയ്യാം? വി ക്യാൻ യൂസ് tan there. സോ ഞാൻ ഇവിടെ എഴുതുന്ന tan theta. Tan theta is equal to what? Opposite side divided by adjacent side. ആണല്ലോ, അപ്പൊ ഇവിടെ എനിക്ക് tan ആരാണ്? Tan 45 ഡിഗ്രി which is equal to opposite side ആയ DC. Okay, DC divided by BC. ആണല്ലോ, that is 1 is equal to DC യുടെ വാല്യൂ നമുക്ക് എത്രയാണ്?
20 meter തന്നിരിക്കുന്നു divided by BC, which means BC is equal to what? Is equal to 20. Okay, 20 meter. അതായത് BC യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 20 meter എന്നാണ് കിട്ടിയത്. ദാറ്റ് ഈസ് ടോട്ടൽ ഇവിടെ എത്ര കിട്ടും? 20 meter എന്നാണ് കിട്ടിയത്. അതായത് ഇതിന്റെ രണ്ട് സൈഡുകൾക്കും 20 meter എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എൻ ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും നമുക്ക് ഇപ്പൊ ആവശ്യമില്ല. നമുക്കിനി ആരെ പോണം? രണ്ടാമത്തെ റൈറ്റ് ട്രയാംഗിളിനെ കൺസിഡർ ചെയ്യണം. കാരണം രണ്ടാമത്തെ റൈറ്റ് ട്രയാംഗിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആംഗിളും, അതായത് റൈറ്റ് ആംഗിൾ അല്ലാത്ത ഒരു ആംഗിളും അതിന്റെ ഏതെങ്കിലും ഒരു സൈഡിന്റെ ടോട്ടൽ ലെങ്തും നമ്മുടെ കയ്യിലുണ്ട് ആണല്ലോ. സോ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ട്രിഗണോമെട്രി യൂസ് ചെയ്യാം. ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പേരെന്താണ്? ഇൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ACB. ഓക്കെ, അതിൽ നമുക്ക് തന്നിട്ടുള്ളത് കാര്യങ്ങൾ എഴുതുക. അതിൽ BC is equal to 20 meter എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് എലിവേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ CBA ഓക്കെ is equal to എത്രയാണ്? 60 ഡിഗ്രി എന്നാണ് നമുക്ക് എഴുതാൻ കഴിയുന്നത് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാലും ഈ 60 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഇസ് അഡ്ജസന്റ് സൈഡ് ആണല്ലോ. അതായത് BC എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ആണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ആണല്ലോ. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടോട്ടൽ AC എന്ന് പറയുന്നത് ആരാണ്? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും തീറ്റയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബേസിക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആരാണ്? ഇസ് ഇറ്റ് ടാൻ ഇറ്റ്സെൽഫ്. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വാട്ട്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60യെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? AC. ഓക്കെ, ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആരാണ്? BC എന്നാണ് കിട്ടുന്നത്. ടാൻ 60യുടെ വാല്യൂ √3 which is equal to AC യുടെ വാല്യൂ നമുക്ക് അറിയില്ല, അത് അതേപോലെ കൊടുക്കുക, ഡിവൈഡഡ് ബൈ BC. BC യുടെ വാല്യൂ എത്ര കിട്ടി? 20 എന്നാണ് കിട്ടിയത്. ദാറ്റ് ഈസ് നമുക്ക് AC ഈസ് ഈക്വൽ എത്ര കിട്ടും? 20√3 മീറ്റർ എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് എത്ര കിട്ടി? 20√3 മീറ്റർ എന്നാണ് കിട്ടിയത്. ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ളത് 20√3 മീറ്റർ എന്നാണ് കിട്ടിയത്. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട ആരാണ്? AD. ഈ AD എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ് ദ ഹൈറ്റ് ഓഫ് ദി ട്രാൻസ്മിഷൻ ടവർ ആണല്ലോ. ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? AC. AC എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഈ ബിൽഡിംഗിന്റെ ഗ്രൗണ്ടിലുള്ള പോയിന്റ് മുതൽ ട്രാൻസ്മിഷൻ ടവറിന്റെ ടോപ്പ് വരെയുള്ള ലെങ്ത് ആണ് AC എന്ന് പറയുന്നത്. മൈനസ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? DC. സോറി, എന്തിനെ കുറയ്ക്കണം? DC. DC എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. ഓക്കെ, ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആരെ കിട്ടും? ദ ഹൈറ്റ് ഓഫ് ദി ട്രാൻസ്മിഷൻ ടവർ കിട്ടും. ദാറ്റ് ഈസ് AC is equal to നമുക്ക് എത്രയാണ് കിട്ടിയത്? 20√3 മൈനസ് DC യുടെ വാല്യൂ നമുക്ക് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 20 ആണ് തന്നിരിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? 20 ഉണ്ട്. അപ്പൊ 20 ഞാൻ കോമൺ എടുത്താൽ ബാക്കി എനിക്ക് എത്ര കിട്ടും? 20 × √3 - 1. ഓക്കെ, അപ്പൊ ഇത് ഇതേപോലെ തന്നെ കിടക്കുക. 20 × √3 - 1 മീറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ള ട്രാൻസ്മിഷൻ ഹൈറ്റ്. ഓക്കെ, സോറി, നമ്മുടെ തന്നിട്ടുള്ള ബിൽഡിംഗിന്റെ മുകളിലായി ഫിറ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസ്മിഷൻ ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, so students, we are moving to the 8th question of our exercise 9.1. question ഇങ്ങനെയാണ് പറയുന്നത്. a statue, that means ഒരു പ്രതിമ 1.6 meter tall, അതിന് എത്ര നീളമുണ്ട്? 1.6 meter ആണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത്. stands on the top of a pedestal, അതായത് അത് സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പെഡസ്റ്റലിന് മുകളിലായിട്ട്. പെഡസ്റ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റാച്യുവിന് സപ്പോർട്ട് ആയിട്ട് അതിന്റെ താഴ്ഭാഗത്ത് നിർമ്മിക്കുന്ന ബേസ് ഉണ്ടല്ലോ, അതിനെയാണ് പെഡസ്റ്റൽ എന്ന് വിളിക്കുക. ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്, ഓക്കെ, ഗ്രൗണ്ടിലെ ഒരു പോയിന്റിൽ നിന്നും the angle of elevation of the top of the statue is 60 degree and from the same point the angle of elevation of the top of the pedestal is 45 degree. find the height of the pedestal എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. സോറി, ബോട്ടം ആണ്. ബോട്ടം ഓഫ് ദ പെഡസ്റ്റൽ is 45 degree. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പെഡസ്റ്റൽ. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെഡസ്റ്റലിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ദാ ഈ ഒരു ഫിഗറിനെ നിങ്ങൾ നോക്കുക. ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ഗ്രൗണ്ടിലെ പോയിന്റ്. ഈ ഒരു പോയിന്റിൽ നിന്നും രണ്ട് ആംഗിൾ ഓഫ് എലിവേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. എവിടേക്കാണ് എടുത്തിരിക്കുന്നത്? നമുക്ക് തന്നിട്ടുള്ള ഒരു എന്താണ് സ്റ്റാച്യു. ആ സ്റ്റാച്യുവിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. ആൻഡ് ബോട്ടം മോസ്റ്റ് പോയിന്റുമായിട്ട് നിർമ്മിക്കുന്നത് 45 ഡിഗ്രി ആംഗിളുമാണ് ആണല്ലോ. എന്നിട്ട് നമ്മളിത് പറയുന്നു എന്താണ്? ഈ ഒരു സ്റ്റാച്യു AD എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാച്യു നിൽക്കുന്നത് എന്തിന്റെ മുകളിലാണ്? ഒരു പെഡസ്റ്റലിന്റെ മുകളിലാണ്. ദാറ്റ് മീൻസ് അതിന്റെ ലെങ്ത് നമുക്ക് DC ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് DC യുടെ ലെങ്ത് ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? DC യുടെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ നോക്കുമ്പോഴത്തേക്കും
ഓക്കെ നമുക്ക് ഇതിന്റെ അകത്ത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. കാരണം പെഡസ്റ്റലിന്റെ ഫൂട്ടും നമ്മുടെ ഗ്രൗണ്ടുമായിട്ട് ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ആണ്. പക്ഷെ നമുക്കിവിടെ ഇവർ രണ്ടുപേരെയും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് 90 ഡിഗ്രി അല്ലാതെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു സൈഡിന്റെ പോലും കംപ്ലീറ്റ് ആയിട്ടുള്ള ലെങ്ത് ഇല്ല. പിന്നെ നമ്മൾ എങ്ങനെ അവിടെ ട്രിഗണോമെട്രി യൂസ് ചെയ്യും എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അതാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത്. ഈ ഒരു ക്വസ്റ്റ്യന് നമ്മുടെ ഇതിനെ മുന്നേ ചെയ്ത 7th ക്വസ്റ്റ്യനുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. അവിടെ നമ്മൾ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഈ ഫസ്റ്റ് ട്രയാംഗിൾ ഉണ്ടല്ലോ, റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ബി സി എന്ന് പറയുന്ന സൈഡും ഡി സി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആയിട്ട് കിട്ടി. അതായത് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞിരുന്നു ഇറ്റ് ഇസ് ആൻ ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നോക്കാം, ഞാൻ ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആരാണ്? ഇൻ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ DCB. ഓക്കെ, DCB നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ആംഗിൾ, ഓക്കെ, ആംഗിൾ DBC. ഓക്കെ, ആംഗിൾ DBC ഈസ് ഈക്വൽ ടു എത്ര എന്ന് പറയാൻ പറ്റും? 45 ഡിഗ്രി എന്ന് പറയാൻ പറ്റും. ഏതെങ്കിലും സൈഡിന്റെ ലെങ്ത് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഈ ഒരു ആംഗിളിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് നോക്കാം. ഈ ഒരു ആംഗിളിനെ സംബന്ധിച്ച് നമ്മുടെ പെഡസ്റ്റലിന്റെ ഹൈറ്റ് ആയിട്ട് വരുന്നത് ആരാണ്? DC ആണ്. ഓക്കെ, അപ്പോ ആ ഒരു സൈഡ് ഈ ഒരു ആംഗിളിനെ സംബന്ധിച്ച് ആരാണ്? ഇസ് ഇറ്റ് ഓപ്പോസിറ്റ് സൈഡ് ആണല്ലോ. പിന്നെ നോക്കാം, നമുക്ക് ഈ ഒരു സൈഡ് വേണം, എന്നാൽ മാത്രമേ നമുക്ക് മുകളിലുള്ള, അതായത് സെക്കൻഡ് ആയിട്ടുള്ള വലിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെയും എടുക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് നമ്മൾ അടുത്ത കൺസിഡർ ചെയ്യുന്ന BC എന്ന് പറഞ്ഞ സൈഡ് ആണ്. സോ BC എന്ന് പറഞ്ഞ സൈഡ് ഈ ഒരു ആംഗിളെ സംബന്ധിച്ച് ആരാണ്? അതിന്റെ അഡ്ജസന്റ് സൈഡ് ആണ്, അതായത് ഹൈപ്പോട്ടിന്യൂസ് ആണല്ലോ. അപ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും തീറ്റയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബേസിക് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആരാണ്? ഈസ് ടാൻ തീറ്റ. സോ ഞാൻ ഇവിടെ എഴുതുന്നു ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കേ, ടാൻ 45 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? DC. ഓക്കെ, വിച്ച് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ പെഡസ്റ്റൽ ഡിവൈഡഡ് ബൈ BC. ഓക്കെ, അപ്പൊ ടാൻ 45ന്റെ വാല്യൂ എത്രയാണ്? 1 ഈസ് ഈക്വൽ ടു DC ബൈ BC എന്ന് കിട്ടും. വിച്ച് മീൻസ് BC ഈസ് ഈക്വൽ ടു DC ആണല്ലോ. അതായത് ഈ ഒരു സൈഡിന്റെ ലെങ്ത്തും ഈ ഒരു സൈഡിന്റെ ലെങ്ത്തും എന്താണ്? സെയിം ആണ് എന്നാണ് നമ്മൾക്ക് കിട്ടിയത്. അപ്പൊ ഈ ഒരു ക്ലൂയിൽ നിന്നാണ് നമ്മൾ അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ കേസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. ഇൻ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ACB. ഓക്കെ, ACBയില് നമുക്ക് അറിയാവുന്ന കേസുകൾ എന്താണ്? ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് നമ്മുടെ കയ്യിലുണ്ട്, അതായത് അതിന്റെ മുകളിലുള്ള സ്റ്റാച്യൂന്റെ ലെങ്ത് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് അതിന് മുന്നേ എന്താണ്? നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ആംഗിൾ ABC ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 60 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് AC, അതായത് ഈ ഒരു പെഡസ്റ്റലിന്റെ ഗ്രൗണ്ട് മുതൽ ആ സ്റ്റാച്യൂന്റെ ടോപ്പ് മോസ്റ്റ് വരെ ഉള്ള എന്താണ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? AC. ആ ഒരു AC എന്ന് പറയുന്ന സൈഡ് ഈ 60 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് ആരാണ്? ഇസ് ഇറ്റ് ഓപ്പോസിറ്റ് സൈഡ് ആണല്ലോ. പിന്നെ നമുക്ക് BC എന്ന് പറയുന്ന സൈഡിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? അതിന്റെ അഡ്ജസന്റ് സൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഞാൻ എഴുതുന്നു tan 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് AC ഡിവൈഡഡ് ബൈ BC എന്ന് നമ്മൾ എഴുതുകയാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. is equal to ഈ AC എനിക്ക് എങ്ങനെ എഴുതാം? AC is equal to എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? AD plus DC എന്ന് എഴുതി കൂടെ എഴുതാൻ കഴിയും ആണല്ലോ. അപ്പൊ AD plus DC എന്ന് എഴുതാൻ കഴിയും. നമ്മുടെ tan 60യുടെ വാല്യൂ എത്രയാണ്? is √3. ഓക്കെ, അപ്പൊ √3 അവിടെ കൊടുക്കുക. AD plus DC divided by BC എന്തിന് ഈക്വൽ ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്? DC ക്ക് ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചു. സോ ഡിവൈഡഡ് ബൈ DC എന്ന് എഴുതിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ്. ദാറ്റ് ഈസ് AC ക്ക് പകരം എന്താണ് ആ ഒരു സ്റ്റാച്യൂന്റെ ഹൈറ്റും കൂടെ വരുന്ന ടേംസിൽ നമ്മൾ അപ്ലൈ ചെയ്തു AD plus DC, അതായത് സ്റ്റാച്യൂന്റെ ഹൈറ്റ് പ്ലസ് പെഡസ്റ്റലിന്റെ ഹൈറ്റ്. ഓക്കെ, ഡിവൈഡഡ് ബൈ BC എന്നാണ് നമുക്ക് ഇവിടെ ഉള്ളത്. BC എന്തിന് ഈക്വൽ ആണെന്ന് നമ്മൾ ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്തപ്പോൾ തെളിയിച്ചു. ഇസ് ഈക്വൽ ടു DC എന്ന് തെളിയിച്ചു. സോ നമ്മൾ BC ക്ക് പകരം ആരെ കൊടുത്തു? DC യെ കൊടുത്തു. ക്ലിയർ ആണല്ലോ. ഇസ് ഈക്വൽ ടു ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടും. √3 DC is equal to AD യുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ്? 1.6 ആണ്. പ്ലസ് പിന്നെ എത്രയാണ്? നമുക്ക് DC അതേപോലെ ഇടാം. അപ്പൊ DC യുടെ ടേംസ് ഞാൻ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ എനിക്ക് എത്ര കിട്ടും? √3 - 1 into DC എന്ന് കിട്ടും ആണല്ലോ. √3 ഈ പ്ലസ് DC ഇപ്പുറം കൊണ്ടുവരുമ്പോൾ മൈനസ് DC ആവും. അതിൽ നിന്നും DC കോമൺ എടുക്കുമ്പോൾ √3 - 1 DC എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1.6 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് DC യുടെ വാല്യൂ എത്ര കിട്ടും? 1.6 ഡിവൈഡഡ് ബൈ
√3 - 1 എന്നാണ് നമുക്ക് കിട്ടുന്നത് ആണല്ലോ. അപ്പൊ ഇതാ നോക്കിക്കേ, ഈ ഒരു ഫ്രാക്ഷന്റെ എന്താണ് ഡിനോമിനേറ്ററിൽ റൂട്ടിന്റെ ടേംസ് വന്നു, അതിനെ നമുക്ക് ഒഴിവാക്കണം. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഡിനോമിനേറ്ററിലുള്ള √3 ഉൾപ്പെടുന്ന ആ ഒരു ടേം ഉണ്ടല്ലോ, ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതിന്റെ സൈൻ മാറ്റി നമ്മൾ എന്ത് ചെയ്യണം, മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് √3 + 1 into √3 + 1, okay, which is equal to കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കേ, 1.6 അതേപോലെ നിൽക്കട്ടെ. നോക്കുക, √3 + 1 ഞാൻ അതേപോലെ കൊടുക്കുന്നു, the whole divided by, ഒന്ന് ആലോചിച്ചോക്കേ, a + b into a - b ഫോമിൽ കിടക്കുന്നു, which is equal to a² - b², that is √3 the whole square minus 1 square. √3 യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്, 3ൽ നിന്ന് 1 പോകുമ്പോൾ 2 ആണ് കിട്ടുന്നത്. സോ 2 നമുക്ക് കിട്ടി, which is equal to, ഇവിടെ നോക്കിക്കേ, 1.6 into √3 + 1 divided by 2. അപ്പൊ ഈ 1.6നെയും ഈ 2നെയും നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, which is equal to 0.8 into √3 + 1. ഓക്കെ, √3 + 1 എത്രയാണ്, മീറ്റർ എന്നാണ് വരുന്നത്. ഈ √3 + 1 എന്ന് പറയുന്നത് ഒന്നിച്ചാണ്. ഓക്കെ, അത് തെറ്റിപ്പോയത്. 0.8 into √3 + 1 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്, which is the height of the pedestal in which the statue is standing. Okay. So students, we are moving to the 9th question of our exercise 9.1. Question ഇങ്ങനെയാണ് പറയുന്നത്, the angle of elevation of the top of a building from the foot of the tower is 30 degree and the angle of elevation of the top of the tower from the foot of the building is 60 degree. അതായത് നമുക്ക് എന്തൊക്കെയുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു ടവറും ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാണ് ബിൽഡിംഗ് AB എന്നാണ് കൊടുത്തിരിക്കുന്നത്, ബിൽഡിംഗ് B. ഓക്കെ, ആൻഡ് ടവറിന് TC എന്നാണ് കൊടുത്തിരിക്കുന്നത് ആണല്ലോ. ഇനി നമ്മൾക്ക് ഇവിടെ പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്, the angle of elevation of the top of the building from the foot of the tower. ടവറിന്റെ ഫൂട്ടിൽ നിന്നും, ടവറിന്റെ ഫൂട്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഈ ടവറിന്റെ ഫൂട്ടിൽ നിന്നും നമ്മുടെ ബിൽഡിങ്ങിന്റെ എന്താണ് ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്, 30 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്നു, നേരെ തിരിച്ചു പറഞ്ഞിരിക്കുന്നു, ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് ദി ടവർ, ടവറിന്റെ ടോപ്പിനും അതേപോലെ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫൂട്ടുമായിട്ടുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്, 60 ഡിഗ്രി എന്നുമാണ് നമ്മൾക്ക് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ ടവർ ഈസ് 50 മീറ്റർ ഹൈറ്റ്, എന്നിട്ട് നമുക്ക് ഈ ടവറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു എത്രയാണ്, 50 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, ഈ ഒരു ബിൽഡിംഗിന്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നു, പിക്ചറൈസ് ചെയ്തപ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ കേസസ് ആയിട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റുന്നു, ഈ സിറ്റുവേഷൻ എടുക്കാൻ പറ്റുന്നു. ദാറ്റ് ഈസ് വി ക്യാൻ അപ്ലൈ ട്രിഗണോമെട്രി ഹിയർ. ഓക്കെ, അപ്പൊ ഇതാ നോക്കിക്കേ, ഇതാണ് ABC എന്ന് പറയുന്നതാണ് എന്റെ ഒരു ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അതേപോലെ TCB എന്ന് പറയുന്നതാണ് എന്റെ സെക്കൻഡ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതാണ് ഇതില് ഒരു റൈറ്റ് ആംഗിൾ, അതായത് ഈ ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടല്ലോ, ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, ഒരു ആംഗിൾ മാത്രമേ ഉള്ളൂ. അതായത് റൈറ്റ് ആംഗിൾ ആയിട്ട് 30 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ മാത്രമേ ഉള്ളൂ, ഒരു സൈഡോ ഒന്നും കൂടെ ഇല്ല. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ട്രയാംഗിളിലെ ഒരു സൈഡും തന്നെയാണ്. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ഡിപ്പെൻഡ് ഓൺ ദി സെക്കൻഡ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഓക്കെ, അപ്പൊ സെക്കൻഡ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയ TCB ഞാൻ കൺസിഡർ ചെയ്തപ്പോ എനിക്ക് എന്താണ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലാതെ 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ കിട്ടുന്നുണ്ട്, ഒരു സൈഡും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡിലേക്ക് എത്താനുള്ള മറ്റൊരു സൈഡിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നും കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഈ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിളും കോമൺ ആയിട്ടുള്ള സൈഡ് ആരാണ്, BC ആണ്. അങ്ങനെയാണെങ്കിൽ BCയുടെ ലെങ്ത് വേണം നമ്മൾ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ക്ലൂ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ. അതിനെ എന്ത് ചെയ്യണം, മറ്റേ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ നമുക്ക് ആവശ്യമുള്ള ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ആദ്യം നമ്മൾ ആ വലിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നെ കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഇസ് ഇൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ TCB. ഓക്കെ, TCBയില് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ആംഗിൾ എന്താണ്, TBC. ഓക്കെ, ആംഗിൾ TBC ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ TC എന്ന് പറയുന്ന സൈഡ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 50 മീറ്റർ എന്നുമാണ് തന്നിരിക്കുന്നത് ആണല്ലോ. അപ്പൊ ഈ നോക്കി 60 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് നമുക്ക് തന്നിരിക്കുന്ന സൈഡ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. നമുക്ക് വേണ്ട BC എന്ന് പറയുന്ന സൈഡ് എന്താണ്, അതിന്റെ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിനെയും അഡ്ജസന്റ് സൈഡിനെയും തീറ്റയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആരാണ്, tan theta. So എനിക്ക് പറയാൻ പറ്റും tan theta is equal to what, opposite side divided by adjacent side, that is tan 60. Okay, tan 60 degree is equal to opposite side ആരാണ്, TC, which is the height of the tower, divided by BC എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ tan 60യുടെ വാല്യൂ is equal to what, √3 is equal to TC. TCയുടെ വാല്യൂ നമുക്ക് എത്രയുണ്ട്, 50 എന്നുണ്ട്, divided by BC.
ഓക്കെ, അപ്പൊ ബി സി ഈസിക്കൽ എത്ര കിട്ടും? 50 ഡിവൈഡഡ് ബൈ √3 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഇവിടുത്തെ ലെങ്ത് നമുക്ക് എത്ര കിട്ടി? 50 ഡിവൈഡ് ബൈ √3 മീറ്റർ എന്നാണ് കിട്ടിയത് ആണല്ലോ. അപ്പൊ ഇത് കിട്ടി. അപ്പൊ രണ്ടാമത്തെ അതാണ്ട് നമ്മുടെ ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടല്ലോ, എ ബി സി, ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതിനെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷനും ഉണ്ട്, ഒരു സൈഡും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഈ സൈഡിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നു ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, എ ബി സിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നോക്കിക്കേ, ഈ 30 ഡിഗ്രി ആംഗിൾ അതിന്റെ അകത്തുണ്ട് ആണല്ലോ. ആംഗിൾ എ സി ബി ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. അതേപോലെ നമുക്ക് ഒരു സൈഡായ ബി സി കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ √3 മീറ്റർ ആണല്ലോ. അപ്പൊ ആലോചിക്കുക, ഈ 30 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സൈഡായ എ ബി എന്ന് പറഞ്ഞാൽ ഇസ് ഇറ്റ് ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ട്രയാങ്കിളിൽ നിന്ന് ക്ലൂ വെച്ചിട്ട് കണ്ടുപിടിച്ച ഈ ഒരു സൈഡ് അതിനെ സംബന്ധിച്ച് ആരാണ്? ഇസ് ഇറ്റ് അഡ്ജസന്റ് സൈഡ്. സോ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും തീറ്റയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബേസിക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇസ് tan theta. So we can write tan theta is equal to opposite side divided by adjacent side, that is tan 30. Okay, tan 30 is equal to opposite side ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, that is AB, which is the height of the building, divided by adjacent side നമുക്ക് BC. BC എന്ന് പറഞ്ഞാൽ ആരാണ്? യഥാർത്ഥത്തിൽ ഈ ടവറും അതേപോലെ ബിൽഡിംഗുമായിട്ടുള്ള ഗ്രൗണ്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതൊന്നും നമ്മൾക്ക് ഇവിടെ പറയുന്നതേ ഇല്ല. ഓക്കെ, tan 30 യുടെ വാല്യൂ is equal to 1 by √3 is equal to AB യുടെ വാല്യൂ. ഓക്കെ, AB യുടെ വാല്യൂ നമുക്ക് അറിയില്ല, ഡിവൈഡഡ് ബൈ BC യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 50 ഡിവൈഡഡ് ബൈ √3 എന്നാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് എഴുതുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? √3 ഡിവൈഡഡ് ബൈ 50 എന്നാണ് കിട്ടുന്നത് ആണല്ലോ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എ ബി ഇസ് ഈക്വൽ ടു ആലോചിക്കുക, ഈ 50 ഇവിടെ പോകും, അപ്പൊ ഈ സൈഡിൽ വരും. √3 into √3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. നമുക്ക് 50 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ ഇതിനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 and 2/3. ഓക്കെ, 16 and 2/3 മീറ്റർ എന്നാണ് നമുക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്, which is the height of the building. Okay, so students, we are moving to the 10th question of our exercise 9.1. question ഇങ്ങനെയാണ് പറയുന്നത്, two poles of equal heights are standing opposite each other on either side of a road. ഒരു റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് ഒരേ ഉയരത്തിലുള്ള രണ്ട് പോൾസ് എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് വിച്ച് ഇസ് 80 മീറ്റർ വൈഡ്. അതായത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 80 മീറ്റർ ആണ്. അതേപോലെ ഫ്രം എ പോയിന്റ് ബിറ്റ്വീൻ ദം ഓൺ ദ റോഡ്, അതായത് ഇവർക്ക് ഇടയിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഒരു പോയിന്റ് നമ്മൾ എടുക്കുക, റോഡിലെ ഒരു പോയിന്റ് ആണ്. ദ ആംഗിൾസ് ഓഫ് എലിവേഷൻസ് ഓഫ് the top of the poles are 60 degree and 30 degree respectively. Find the height of the poles and the distance of the poles from the points. Okay, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദാ ഇവിടെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ പിക്ചറൈസ് ചെയ്ത് ശ്രദ്ധിക്കാം. ഇതാണ് നമ്മുടെ റോഡിന്റെ രണ്ട് സൈഡിലുമായിട്ട് നിൽക്കുന്ന രണ്ട് പോൾസ്, ദാറ്റ് ഈസ് DC ഈസ് ഈക്വൽ ടു വാട്ട്? AB എന്ന് നമ്മൾ എടുക്കുകയാണ് ആണല്ലോ. ഇനി ഇവർ തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 80 മീറ്റർ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നു ഇവർക്കിടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസിലെ ഏതോ ഒരു പോയിന്റിൽ വെച്ച് ഒരെണ്ണത്തിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 30യും ഒരെണ്ണത്തിലേക്കുള്ള 60യും ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. ഇപ്പൊ ഈ 60 നിങ്ങൾക്ക് ഇവിടെ എടുക്കാം, അല്ലെങ്കിൽ 30 ഇവിടെ എടുക്കാം, ആ രീതിയിൽ എടുക്കാം, ഇഷ്ടമുള്ള രീതി എടുക്കാം, ഏതെടുത്താലും കുഴപ്പമില്ല. നമ്മുടെ ഈ സൈഡ് എന്താണ്? സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് സൈഡുകളും അതേപോലെ ഈ ഹൈറ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ആ ഒരു പോയിന്റിൽ നിന്നും ഈ പോളുകളിലേക്കുള്ള ഡിസ്റ്റൻസുകളും കണ്ടുപിടിക്കണം, അതേപോലെ ഈ പോളുകളുടെ ഹൈറ്റും കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? DC വേണം, CE വേണം, EB വേണം, AB വേണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് DCയും ABയും ഈക്വൽ ആണെന്ന് പറയുന്നത്. അപ്പൊ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവ രണ്ടിനെയും H ഹൈറ്റ് എന്ന രീതിയിൽ എടുക്കാൻ ഡിനോട്ട് ചെയ്യണം. പിന്നെ അതേപോലെ ഇവിടെ നോക്കി, ഇത് മൊത്തം 80 മീറ്റർ ഉണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു ഭാഗത്തിന് X എന്ന് എടുക്കാം. ഓക്കെ, X മീറ്റർ എന്നും, അങ്ങനെയാണെങ്കിൽ 80ൽ നിന്നും X പോയാൽ ഇത് 80 മൈനസ് X മീറ്റർ എന്നുമാണ് വരുന്നത് ആണല്ലോ. ടോട്ടൽ 80 ഉണ്ട്, ഇവിടെ വരെ X ഉണ്ട്, അങ്ങനെയാണെങ്കിൽ 80 മൈനസ് X മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത് ആണല്ലോ. ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇനി നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് രണ്ടും എന്താണ്? രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് right angle triangle and this is the second right angle triangle. നമ്മൾ ഇവരുടെ കേസിൽ എന്തെടുക്കുന്നു? ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇതാ നോക്കുക, in right angled triangle
DCE. ഓക്കെ, DCE സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിലുള്ള ആംഗിൾ ഓഫ് ഇലിവേഷൻ ആരാണ്? 30 ആണ്. ദാറ്റ് ഈസ് ആംഗിൾ DEC is equal to എത്രയാണ്? 30 ഡിഗ്രി. അതേപോലെ നമുക്ക് DC എന്ന് പറയുന്നത് എത്രയാണ്? DC is equal to H മീറ്റർ. അതേപോലെ എന്താണ് നമ്മൾ CE, ഓക്കെ, CE is equal to X മീറ്റർ എന്നുമാണ് എടുത്തിരിക്കുന്നത് ആണല്ലോ. ഇത് നമ്മൾ H തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോ ഈ 30 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് ഈ H എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ് ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്. X എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ് ഇറ്റ്സ് അഡ്ജസന്റ് സൈഡ്. സോ അഡ്ജസന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും തീറ്റ എന്ന് പറയുന്ന ആംഗിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബേസിക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആരാണ്? ഇസ് ടാൻ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതാ നോക്കുക, ഞാൻ എഴുതിയാണ് tan 30 is equal to എങ്ങനെ എഴുതാം? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് DC divided by CE എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ചോക്കെ. tan 30 is equal to what? 1/√3 is equal to H divided by X ആണെങ്കിൽ നമുക്ക് X ന്റെ വാല്യൂ വേണ്ട, നമുക്ക് H ന്റെ വാല്യൂ വേണം. ഇൻ ടേംസ് ഓഫ് X ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതാ നോക്കിക്കേ, H is equal to എനിക്ക് എങ്ങനെ കിട്ടും? X divided by √3 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇഷ്ടമുള്ള രീതി എടുക്കാം. നിങ്ങൾക്ക് H ന്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് X എടുക്കാം, അല്ലെങ്കിൽ X ന്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് H എടുക്കാം. പിന്നെ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് X/√3 ആണ് തോന്നിയത്, അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ABE. ഓക്കെ, ABE നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? നോക്കിക്കേ, 60 ഡിഗ്രി ആംഗിൾ ഉണ്ട്. ദാറ്റ് ഈസ് ആംഗിൾ AEB is equal to 60 ഡിഗ്രി ആണല്ലോ. പിന്നെ നമുക്ക് ആരൊക്കെ ഉണ്ട്? AB ഉണ്ട്, which is equal to H, and EB is equal to which is equal to 80 minus H. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, മീറ്റർ. ഇനി നമുക്ക് എന്ത് വേണം? ഈ 60 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് ഈ ഹൈറ്റ് ഓഫ് ദി പോൾ എന്ന് പറയുന്ന ആ ഒരു സൈഡ് റെപ്രസെന്റ് ചെയ്യുന്ന സൈഡ് AB എന്ന് പറഞ്ഞാൽ is its opposite side, and ഈ പോയിന്റിൽ നിന്നും ആ പോളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്ന ആ സൈഡ് എന്ന് പറഞ്ഞാൽ is its adjacent side. ഓക്കെ, സോ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് adjacent side theta relate in the basic trigonometric function is tan theta. So we can take here tan 60 degree is equal to opposite side AB divided by adjacent side EB. Okay, which is equal to tan 60 is equal to √3, which is equal to AB is equal to H by EB. എത്രയാണ്? 80 minus H. Okay, 80 minus H എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നോക്കിയേ, 80 √3 minus √3x is equal to എത്ര എന്ന് കിട്ടും? H എന്നാണ് കിട്ടുന്നത്. ഇവിടെ H ന് പകരം ഞാൻ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, X/√3. അത് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 80 √3 minus √3x is equal to X divided by √3 എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ √3 എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 80 into √3 into √3 which is equal to 80 into 3 എത്രയാണ്? 240 എന്ന് കിട്ടും. മൈനസ് √3x into √3 എത്രയാണ്? 3x എന്ന് കിട്ടും, which is equal to x എന്നാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഈ മൈനസ് 3x അപ്പുറം പോകുമ്പോഴത്തേക്ക് നമുക്ക് പ്ലസ് 4x is equal to 240 എന്നാണ് കിട്ടുന്നത്. സോ x is equal to എത്ര കിട്ടും? 60 ആണ് കിട്ടുന്നത്. 60 മീറ്റർ ആണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് CE വരെയുള്ള ലെങ്ത് എത്രയാണ്? 60 മീറ്റർ. ഓക്കെ, ഞാൻ മാറ്റി കൊടുക്കുകയാണ് 60 മീറ്റർ. അപ്പൊ നമ്മുടെ ഒരു ഉത്തരം കിട്ടി. അതായത് നമ്മൾ ചോദിച്ചിരുന്നു ഈ പോളുകളും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതായത് DC എന്ന് പറയുന്ന പോളിന്റെ ഈ വരെയുള്ള പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 60 മീറ്റർ ആണ്. നമുക്കറിയാം ടോട്ടൽ 80 ആണ്. ഇവിടെ വരെ 60 ഉണ്ടെങ്കിൽ 80 minus 60 which is equal to 20 മീറ്റർ ആയിരിക്കും ഇവിടേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ 20 മീറ്റർ. ആൻഡ് നെക്സ്റ്റ് നമ്മൾക്ക് ഇനി എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാൻ x ന്റെ ടേംസിൽ നമുക്ക് ഇവിടെ ഇക്വേഷൻ ഇല്ലേ? ഹൈറ്റ് ഓഫ് ദ പോൾ is equal to H is equal to X/√3 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, which is equal to 60 divided by √3. ഈ 60 എനിക്ക് എങ്ങനെ എഴുതാം? 20 into 3 എന്ന് എഴുതി കൂടെ, ഡിവൈഡഡ് ബൈ √3 എന്ന് എഴുതാം. നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ നിന്നും √3 എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് 20 into 3 ഞാൻ എഴുതുന്നു. √3 into √3 ഡിവൈഡഡ് ബൈ √3. √3 ക്യാൻസൽ ആയപ്പോൾ നമുക്ക് ആര് മാത്രം അവിടെ ലെഫ്റ്റ് ഹാൻഡ് is equal to 20 √3 മീറ്റർ. അതായത് ഈ രണ്ട് പോളുകൾ തമ്മിലുള്ള ഹൈറ്റ് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 20 √3 മീറ്റർ. ഓക്കെ, 20 √3 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ?